നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത കെട്ടിടം ദുബായിലാണ് സ്ഥിതി ചെയ്യുന്നത്. അധികം വൈകാതെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കെട്ടിടമുള്ള സ്ഥലം എന്ന വിശേഷണവും ദുബായിയെ തേടിയെത്താൻ പോവുകയാണ്. ഷെയ്ഖ് സായിദ് റോഡിൽ വരാനിരിക്കുന്ന ബുർജ് അസീസി ദുബായിയുടെ നിർമ്മാണ മേഖലയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരിക്കും. 725 മീറ്റർ ഉയരമുള്ള 132 നിലകളുള്ള ബുർജ് അസീസി 2028ഓടെ പൂർത്തിയാകുന്നതാണ്. ഏറ്റവും ഉയർന്ന ഹോട്ടൽ ലോബി, ഏറ്റവും ഉയർന്ന നൈറ്റ് ക്ലബ്ബ്, ഏറ്റവും ഉയർന്ന നിരീക്ഷണ ഡെക്ക, ഏറ്റവും ഉയർന്ന റെസ്റ്റോറന്റ്, ഏറ്റവും ഉയർന്ന ഹോട്ടൽ മുറി എന്നിവയെല്ലാം അടങ്ങുന്നതാണ് ബുർജ് അസീസി. 6 ബില്യൺ ദിർഹം ചിലവ് വരുന്ന ബുർജ് അസീസിയുടെ രൂപകൽപ്പനയും ആർക്കിടെക്ട് വിസ്മയമായിരിക്കും എന്നതിൽ സംശയമില്ല. ഒരു വേർട്ടിക്കൽ ഷോപ്പിംഗ് മാള്, 7 സാംസ്കാരിക തീമുകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട ഒരു 7 സ്റ്റാർ ഹോട്ടൽ, പെന്റ് ഹൗസുകൾ, അപ്പാർട്ട്മെന്റുകൾ, അവധിക്കാല വസതികൾ, വെൽനസ് സെന്ററുകൾ, അതുപോലെ തന്നെ നീന്തൽക്കുളങ്ങൾ, തിയേറ്ററുകൾ, ജിമ്മുകൾ, മിനി മാർക്കറ്റുകൾ, റെസിഡന്റ് ലോഞ്ചുകൾ, കുട്ടികളുടെ കളിസ്ഥലം എന്നിവയൊക്കെയാണ് ബുർജ് അസീസി വാഗ്ദാനം ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ. നിലവിൽ മെർദേക്ക 118 ആണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ ടവർ. 679 മീറ്ററാണ് ഇതിന്റെ ഉയരം വരുന്നത്. എന്നാൽ ബുർജ് അസീസിയുടെ നിർമ്മിതി അത്ര എളുപ്പമുള്ളൊരു ജോലിയല്ല. നിരവധി വെല്ലുവിളികൾ ഇതിന്റെ നിർമ്മാണത്തിൽ നേരിടേണ്ടി വരും. നിലവിൽ ന്യൂയോർക്ക് നഗരത്തിലെ 435 മീറ്ററും 84 നിലകളുമുള്ള റെയിൽവേ ടവറാണ് ഏറ്റവും വലിയ ടവറായിട്ട് പറയപ്പെടുന്നത്. എന്നാൽ ഈ ടവർ പാർപ്പിട ആവശ്യത്തിന് മാത്രം നിർമ്മിച്ചിരിക്കുന്നതാണ്. ബുർജ് അസീസിക്ക് ഒന്നിലധികം ഉപയോഗങ്ങളുള്ളതിനാൽ തന്നെ വ്യത്യസ്ത വെല്ലുവിളികൾ ഉണ്ടാകുമെന്നാണ് ഇതിന്റെ ആർക്കിടെക്ചർ പറയുന്നത്. എലിവേറ്ററുകൾ, ഗോവണി, മെക്കാനിക്കൽ മുറികൾ തുടങ്ങിയ അവശ്യ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ടവറിന്റെ കോർ ഒപ്റ്റിമൈസ് ചെയ്യുന്നതാണ് വെല്ലുവിളി എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത്. താരതമ്യേന പരിമിതമായ ഭൂവിസ്തൃതിയും ടവറിന്റെ ഉയരവും കണക്കിലെടുക്കുമ്പോൾ ഉയരത്തെക്കുറിച്ചും ആശങ്കകൾ ഉയർന്നിട്ടുണ്ട്. 2009 ബുർജ് ഖലീഫ പണി കഴിപ്പിച്ചപ്പോൾ ചുറ്റുമുള്ള പ്രദേശം വിശാലമായ ഒരു ഒഴിഞ്ഞ സ്ഥലമായിരുന്നു.